പ്രധാനമന്ത്രി ആവാസ് യോജന. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, PMAYയിൽ എത്രയാണ് എന്നറിയാമോ സർക്കാർ കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് 1.5 ലക്ഷം രൂപയാണ് PMAYയിൽ. ബാക്കിയുള്ള 2.5 ലക്ഷം സംസ്ഥാന സർക്കാരും പ്രാദേശിക ഗവൺമെന്റും കൂടിയാണ് കൊടുക്കേണ്ടത്. ആ ആവാസ് യോജനയുടെ ഭാഗമായിട്ടാണ് നഗരങ്ങളിൽ വീടുകൾ പണിയേണ്ടത്. എന്നാൽ ഈ PMAY നമുക്ക് കിട്ടാത്തതിന്റെ കാരണം എന്താ? നമ്മളൊരു തീരുമാനമെടുത്തു. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ഒന്ന് ഉദ്ധരിക്കാം. പ്രിയപ്പെട്ടവരെ, ആ വീട് അവരുടേതാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ്. തുക്കോട്ട് പിണറായി വിജയൻ. ആ വീട് അവരുടേതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി ഞാൻ ഈ VD സതീശൻ സർക്കാരിലെ തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന KM ഷാജി മന്ത്രിയുടെ വാക്കുകൾ കോട്ട് ചെയ്യാം. കേന്ദ്രവുമായി അൺഹെൽത്തി ഡിബേറ്റിന് ഞങ്ങളില്ല. ലോഗോ പതിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഈ വ്യത്യാസമാണ് LDFിൽ നിന്നും UDFിലേക്ക്. വ്യക്തിയുടെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും മറ്റെന്തിനേക്കാളും കൂടുതൽ വില നൽകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ എടുത്ത നിലപാടിന് നമ്മൾ കൈയടിച്ചു. ലൈഫിന്റെ പദ്ധതിയുടെ പേര് വെച്ചോ? ഇല്ല. അവിടെ വേണമെങ്കിൽ പിണറായി വിജയന്റെ പേര് വെക്കാം, പിണറായി വിജയന്റെ ഫോട്ടോ വെക്കാം, ധനമന്ത്രിയുടെ ഫോട്ടോ വെക്കാം, MP രാജേഷിന്റെ ഫോട്ടോ വെക്കാം. വെച്ചില്ലല്ലോ. അതിലെടുത്ത നിലപാടെന്താ? ആ വാക്ക് എത്ര മനോഹരമായ വാക്ക്! അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ളതാണ്. എന്നാൽ നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ മനുഷ്യര് ആ വീടിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു, ഇത് സർക്കാർ ഔദാര്യമായി തന്ന വീട്. ഈ വീടിന്റെ ഐശ്വര്യം നരേന്ദ്രമോദി എന്ന മട്ടിൽ മോദിയുടെ ചിത്രം പതിപ്പിച്ച് ലോഗോ പതിപ്പിച്ച് കാണുമ്പോൾ ആ വീട്ടിലെ ഒരു കുഞ്ഞിനുണ്ടാവുന്ന വേർതിരിവ്, ആ കുഞ്ഞിലെ ഉണ്ടാവുന്ന ഒരു മനോവിഷമം എത്രത്തോളമായിരിക്കുമെന്ന് ഊഹിക്കാൻ പ്രിയപ്പെട്ട KM ഷാജി അങ്ങേക്കെന്തേ കഴിയാതെ പോയി? 5400 അടി സ്ക്വയർ ഫീറ്റിൽ 5400 അടിയുള്ള ഒരു വീട്ടിൽ താമസിച്ച് 1,62,00,000 രൂപ ചെലവിൽ ഒരു വീട് നിർമ്മിച്ച ആ വീട്ടിൽ കഴിയുന്ന KM ഷാജിക്ക് അതിന്റെ ബുദ്ധിമുട്ടും സങ്കടവും മനസ്സിലാവില്ല. അതിന് സെൻസിബിലിറ്റി സാധാരണ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം. അങ്ങനെയുള്ള സെൻസിബിലിറ്റി ഇല്ലാത്തപ്പോൾ മാത്രമേ PMAYയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലോഗോ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ പതിക്കുന്നത് നിസ്സാരമായി കാണാൻ KM ഷാജിക്ക് കഴിയൂ. അതാണ് KM ഷാജി പറഞ്ഞ വാചകം. ടു കോട്ട് KM ഷാജി, കേന്ദ്രവുമായി ഒരു അൺഹെൽത്തി കോമ്പറ്റീഷനിൽ വേണം സാർ. ചില സമയങ്ങളിൽ കോമ്പറ്റീഷൻ വേണം, ചില സമയങ്ങളിൽ സമരം വേണം. ആ സമരം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അതല്ലെങ്കിൽ 5400 അടി സ്ക്വയർ ഫീറ്റിന്റെ വലുപ്പത്തിൽ 1,62,00,000 രൂപയ്ക്ക് ലോൺ എടുക്കാത്ത വീട് വെച്ചു എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒന്ന്, കേരളത്തിലെ 4 ലക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന ഈ ലൈഫ് മിഷന്റെ ഭാഗമായി വീട് വാങ്ങുന്ന സാധാരണക്കാരായ മനുഷ്യർക്കുണ്ട്. അവർക്കുള്ളതിന്റെ പേരാണ് ആത്മാഭിമാനം. ആ ആത്മാഭിമാനത്തിന് വില പറയാനുള്ള സൗകര്യം ഒരുക്കരുത് അങ്ങ്. ദയവ് ചെയ്ത് അങ്ങ് ആ പറഞ്ഞത് പിൻവലിക്കണം. ഈ കേരളം ഇതുവരെ പിന്തുടർന്നു പോന്നിരുന്ന ആത്മാഭിമാനത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തെ അങ്ങ് റദ്ദാക്കരുതെന്ന് മാത്രമേ